ഹായ്, ഇന്ന് കൊടംപുളിയെ കുറിച്ച് സംസാരിച്ചാലോ? ഇത് കുടംപുളി ചെടികളാണ് കേട്ടോ. കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഉണ്ണാമ്പായും മച്ചുന് ഒരു പ്രസിദ്ധമായ മലയാള ഗാനമാണ്, കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ മത്സ്യക്കറിക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുടംപുളി. കുടംപുളി രുചി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, ഒന്നാം തരം ഒരു ഔഷധമാണ്. ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഇതിലുള്ളത്. നമ്മുടെ ഇതിന്റെ വിളഞ്ഞ പഴങ്ങള്, ആ പഴങ്ങളുടെ പുറന്തോട് മാറ്റി കഴിയുമ്പോൾ അതിനുള്ളിൽ നല്ല ഫ്ലഷ് ഉണ്ട്, ഒരു നല്ല വെളുത്ത നല്ല ഇളം മഞ്ഞ നിറമുള്ള വെളുപ്പും മഞ്ഞയും കലർന്ന ഒരു ഫ്ലഷ് ഉണ്ട്. ആ ഫ്ലഷ് എന്ന് പറയുന്ന സാധനം ചെറിയൊരു മധുരമുള്ളതാണ്. ഈ മധുരമുള്ള സാധനത്തിൽ ഒരു പ്രധാന ഔഷധമാണ് ഈ പറഞ്ഞ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ്. ഇത് നമ്മുടെ ദുർമേധസ്സൊക്കെ അകറ്റാൻ വേണ്ടി ഇത് പൊടി രൂപത്തിൽ വിപണിയിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്, പുളി കൂടാതെ. അപ്പൊ നമ്മുടെ ഡൈജഷനെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ദുർമേധസ് ഒഴിവാക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഒന്നാം തരം ഔഷധം കൂടിയാണ് നമ്മുടെ തോട്ടുപുളി അഥവാ കുടംപുളി എന്ന് പറയുന്ന ഈ പറയുന്ന പുളി. അപ്പൊ ഈ പുളിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലാണ് ഇതിന്റെ ഉത്ഭവം. നമ്മുടെ പിന്നെ വലിയ വനാന്തരങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക, ആ ബെൽറ്റിലുള്ള പശ്ചിമഘട്ട മലനിരകളിലെ വലിയ മരങ്ങളായിട്ട് കാണുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ സമതലങ്ങളിലും പിന്നെ ആറ്റുതീരങ്ങളിലും ഒക്കെ നന്നായി വളരും. കൂടാതെ നമ്മൾ ഏത് ഭാഗത്തും വളരുന്ന ഒരു സാധനമായി വേണം കണക്കാക്കണം. നമുക്ക് കുടംപുള്ളി എവിടെ വേണേലും നടാൻ പറ്റും. അപ്പൊ നമുക്ക് വെട്ടുകൽ മണ്ണിലും അതുപോലെ തന്നെ പൂഴിമണ്ണിലും മണൽ മണ്ണിലും ഒക്കെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുരുവിട്ട് കിളിപ്പിച്ചാൽ ഒരു 60% ആൺപൂക്കൾ ഉണ്ടാകുന്ന പുളികൾ മാത്രമാണ് ഉണ്ടാവുക. ഇതിലെ 10-40% പെൺപൂക്കൾ, ആണും പെണ്ണും ഉള്ളതാണ്. ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുന്ന തരത്തിലുള്ള ആൺചെടിയും പെൺചെടിയും ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വിത്തിട്ട് നമുക്ക് മുളപ്പിച്ചെടുത്താൽ കൃത്യമായ ഒരു പെൺചെടിയെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ശതമാന കണക്ക് പറഞ്ഞാൽ 40% ഉള്ളൂ. തന്നെയല്ല, ഒരു കുരു ഇട്ട് മുളപ്പിച്ച് ഒരു തൈയായി വരുന്നതിന്, അത് മുളച്ച് വരുന്നത് തന്നെ ഒരു 5 മുതൽ 7 മാസം വരെ വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള വേണമെങ്കിൽ നമുക്ക് കുരു ഇട്ട് കിളിപ്പിക്കാം. പക്ഷെ കിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് കുരു ഉണക്കി ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പാകാൻ പറ്റുള്ളൂ. ഈ പാകിയത് തന്നെ അത് മുളച്ച് വരുമ്പോഴത്തേക്ക് ഒരു 7 മാസം പിടിക്കും. അപ്പൊ അത്തരത്തിലുള്ള, പിന്നെ ഇതിന്റെ ഒരു ദീർഘ ആയുസ്സുള്ള ഒരു ചെടിയാണ്. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 100 വർഷം 150 വർഷം പഴക്കമുള്ള മരം, കുടംപുളി മരം പശ്ചിമഘട്ട മലനിരകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ദീർഘായുസ്സുള്ള ഒരു മരമാണ്. അപ്പം ഈ മരം നമുക്ക് ഇപ്പൊ കൃഷിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കൃഷിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സഡ് ഫാമിങ്ങിൽ, അതായത് സമ്മിശ്ര കൃഷിയിൽ, തെങ്ങധിഷ്ഠിത കൃഷിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ പറമ്പിലൊക്കെ നട്ടു കൊടുത്താൽ വലിയൊരു വരുമാനം കിട്ടുന്ന ഒരു സാധനമാണ്. കുടംപുളി ഉണങ്ങിയതിനിപ്പം 350 രൂപ 400 രൂപയൊക്കെ വിലയുണ്ട് സീസൺ സമയത്ത്. അപ്പം അത് നല്ലൊരു വരുമാനദായക വിളയായിട്ട് നമുക്ക് കൃഷിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പം അങ്ങനെ നടണമെങ്കിൽ ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം വർഷം മുതൽ കായ്ക്കുമെന്നുള്ളതാണ്. നമ്മൾ കുരുവിട്ട് ഒരു പുളി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 10-12 വർഷം കഴിഞ്ഞ് അത് കായ്ച്ചു തുടങ്ങത്തുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഇത് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നത്. അപ്പൊ ആ റിസ്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള മേൽത്തരം കുടംപുളിയുടെ തൈകൾ നടുന്നതാണ്. അപ്പം അതിന് ഹരിതം, അമൃതം, കേയു, നിത്യ എന്നൊക്കെ പറയുന്ന മേൽത്തരം ഇനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം മേൽത്തരം ഇനങ്ങളെ തന്നെ നമ്മൾ കൊണ്ടുവരണം. കൊണ്ടുവന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ ആവശ്യത്തിന്, നമുക്ക് വീട്ടാവശ്യത്തിന് വേണമെങ്കിൽ 1-2 ഇതുപോലുള്ള ഒരു ഗ്രാഫ്റ്റ് തൈകൾ നട്ടുകൊടുത്താൽ നമുക്ക് വീട്ടാവശ്യത്തിലേക്ക് വർഷം മുഴുവൻ നമുക്ക് പുളി കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നട്ടു വളർത്തി എടുക്കാൻ പറ്റും. ഇത് വളരുന്നതിനനുസരിച്ച് ഒരു 4-4.5 അടി, ഒരു 5 മുതൽ 7 വർഷം വരുമ്പോൾ 4-4.5 അടി ഉയരത്തിൽ നമുക്ക് ക്രമീകരിക്കാം. ഉയരം പ്രൂൺ ചെയ്ത് ക്രമീകരിക്കാം. അപ്പം അങ്ങനെ ഇതും നന്നായിട്ട് വളരും, വലിയ പൊക്കം ഉണ്ടാവുന്നതാണ്. ഈ സാധാരണ കുടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ 60 മീറ്റർ വരെയൊക്കെ പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ വൈൽഡ് വെറൈറ്റി. പക്ഷെ ഇതും അതുപോലെ വളരും. എങ്കിലും നമുക്കൊരു 5 വർഷം
മുതൽ 7 വർഷം പ്രായമായി കഴിഞ്ഞാൽ ഒരു 4.5 മീറ്റർ ഉയരത്തിലായിട്ട് നമുക്ക് പ്രൂൺ ചെയ്തതിൻ്റെ ശിഖരങ്ങളൊക്കെ മണ്ടയൊക്കെ കോതിയിട്ട് നമുക്ക് അങ്ങനെ പ്രൂൺ ചെയ്ത് നമുക്ക് നമ്മുടെ അനുയോജ്യമായ വലിപ്പത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു കായ എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം മുതൽ 270 ഗ്രാം വരെ ഒരു ഫ്രൂട്ടിന് തൂക്കമുണ്ടാവും. ഈ ഫ്രൂട്ട് നമുക്ക് അതിൻ്റെ ഫ്ലഷൊക്കെ കളഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയൊക്കെയാണ് നമ്മൾ പുളിയായിട്ട് എടുക്കുന്നത്. അതിൻ്റെ സംസ്കരണം ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്രാഫ്റ്റ് തൈ കൊണ്ടുപോയാൽ നമ്മുടെ വെട്ടുകൽ പ്രദേശമാണെങ്കിൽ 1 മീറ്റർ ആഴത്തിലുള്ള കുഴി എടുക്കണം. 1 മീറ്റർ ആഴത്തിലുള്ള കുഴി എടുത്തു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് 1/4 ഭാഗം മേൽമണ്ണ് നിറച്ച് 1 കിലോ ഡോളമൈറ്റ് ഇട്ട് 10-15 ദിവസം നനച്ച് അതിൻ്റെ മണ്ണിൻ്റെ പുളിയൊക്കെ കുറച്ചതിന് ശേഷം 10-15 ദിവസത്തിന് ശേഷം ഒരു 3-4 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റിനെ കുറിച്ച് വീഡിയോ ഞങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്, കയറി കാണുക. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഒരു 3-4 കിലോ ഇടുക. അതോടൊപ്പം തന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇടുക. അതോടൊപ്പം തന്നെ 1 കിലോ രാജ്ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി ഇടുക. ഇത്രയാണ് അടിവളം. 15 ദിവസത്തിന് ശേഷം അടിവളം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലൊരു പിള്ളക്കുഴി എടുത്തിട്ട് ആ പിള്ളക്കുഴിയിൽ വേണം ഈ തൈ ഇതിൻ്റെ ഈ കവറ് ഇറക്കി വെക്കാൻ. ഇറക്കി വെച്ചിട്ട് വേണം കവർ ഊരിയെടുക്കാൻ. പുറത്ത് വെച്ച് കവർ ഊരിയെടുക്കരുത്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ബ്ലേഡ് കൊണ്ട് പോന്തി ആ പിള്ളക്കുഴിയിൽ ഇറക്കി വെച്ചിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് നേരത്തെ പോന്തിയിട്ട് പിള്ളക്കുഴിയിൽ ഇറക്കി വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ ഊരിയെടുക്കാവുന്നതാണ്. അപ്പം അതിന് പുറത്ത് വെച്ച് നമ്മൾ ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. കാരണം അതിൻ്റെ ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് വേര് പോയാൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അപ്പം ഒരു നട്ടൊരു മാസം കഴിയുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ രാസവളം കൊടുക്കണം. കാൽസ്യം ഫോസും പൊട്ടാഷ്യമാണ് ആദ്യം കൊടുക്കേണ്ടത്. കുറേശ്ശെ കൊടുക്കുക. ക്രമാനുഗതമായിട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഒരു 10 വർഷം പ്രായമായ ഒരു കുടംപുളിക്ക് ഏതാണ്ട് 500 ഗ്രാം നൈട്രജനും 250 ഗ്രാം ഫോസസും 1000 ഗ്രാം പൊട്ടാഷ്യം വേണം. അപ്പോൾ 500 ഗ്രാം നൈട്രജൻ കിട്ടണമെങ്കിൽ ഏകദേശം 1 കിലോ യൂറിയ മതി. 1 കിലോ യൂറിയയിൽ 460 ഗ്രാം ആണ് നൈട്രജൻ ഉള്ളത്. 1 കിലോ 100 ഗ്രാം എടുത്താൽ ഏതാണ്ട് 500 ഗ്രാം ഉണ്ടാവും. രാജ്ഫോസ് 250 ഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് 1 കിലോ രാജ്ഫോസ് വാങ്ങിച്ച 200 ഗ്രാമാണ് അതിനകത്ത് ഫോസസ് ഉള്ളത്. അപ്പോൾ ഒരു 1 കിലോ 100 ഗ്രാം രാജ്ഫോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോസസ് കിട്ടും. വേര് വളരാൻ വേണ്ടുന്ന ഒരു മൂലകമാണ് ഫോസസ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാഷ് 1 കിലോ കിട്ടാൻ വേണ്ടിയിട്ട് 1 കിലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടാഷിൽ 600 ഗ്രാം ആണ് പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകമുള്ളത്. അപ്പോൾ 600 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 1.25 കിലോ 1.800 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള നൈട്രജൻ ഫോസസും പൊട്ടാഷ്യം അതായത് 100 യൂറിയ 100 രാജ്ഫോസ് ഏതാണ്ട് 2 കിലോയ്ക്ക് അടുത്ത് പൊട്ടാഷ്. ഇത് പല ഗഡുക്കളായിട്ട് കൊടുക്കണം. ഒരുമിച്ച് കൊടുക്കാനല്ല, പല ഗഡുക്കളായിട്ട്. എപ്പോഴും വളപ്രയോഗം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ഒറ്റത്തവണയായിട്ട് കൊടുക്കരുത്. ഞാൻ ഒരു വർഷത്തേക്കുള്ളതിൻ്റെ ഒരു അളവാണ് പറഞ്ഞത്. ഇത് 4, 5 അല്ലെങ്കിൽ മാസം തോറും എന്ന ക്രമത്തിലോ വളം കൊടുക്കുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല. പക്ഷെ മഴക്കാലത്ത് എല്ലാ വർഷവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണിൻ്റെ പൊളി കുറയ്ക്കാനുള്ള ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം. മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 1 മുതൽ 2 കിലോ വരെയാണ്. അത് ജൂൺ മാസത്തിലാണ് കൊടുക്കേണ്ടത്. ജൂലൈ മാസത്തിലെ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഒരു 10-25 കിലോ എങ്കിലും കൊടുക്കണം. 2 മഴക്കാലത്തും ഇതേപോലെ ജൈവവളം കൊടുക്കണം. വേനൽക്കാലത്ത് മതി നമ്മുടെ രാസവള പ്രയോഗം. അപ്പോൾ ഇതിങ്ങനെ വളപ്രയോഗം നടത്താം. പിന്നെ ഇതിന് രോഗങ്ങൾ വരും. ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട് തിന്നുന്ന പുഴുക്കളുണ്ട്, ഇല തിന്നുന്ന പുഴുക്കളുണ്ട്, അതുപോലെ തണ്ട് തുറക്കുന്ന പുഴുക്കളുണ്ട്. അതിനൊക്കെ ഉള്ള കൃത്യമായ നമ്മൾ കീടനാശിനികൾ സസ്യസംരക്ഷണ മരുന്നുകളൊക്കെ ഉണ്ട്. അത് ജൈവ രീതിയിലുണ്ട്, രാസരീതിയിലുണ്ട്. ജൈവ രീതിയിലാണെങ്കിൽ ബിവേറിയ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളുണ്ട്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ, വൈകുന്നേരമാണ് ചെയ്യേണ്ടത്, ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കീടശല്യം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് രോഗങ്ങൾ വരും. അഴുകൽ രോഗം, മഞ്ഞളിപ്പ്, ഇലകരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരും. അതിന് ജൈവ രീതിയിലാണെങ്കിൽ നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്തരത്തിലുള്ള രോഗം വരത്തില്ല. അതുപോലെ തന്നെ ട്രൈക്കോഡർമയും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരില്ല. അതേപോലെ തന്നെ ബോധമിശ്രിതം ഇതിന് വരുന്ന ഏത് രോഗത്തിനും കൈക്കൊണ്ട ഔഷധമാണ്
ബോണ്ട മിശ്രിതം. ബോണ്ട മിശ്രിതത്തെ കുറിച്ചൊരു വിശദമായ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിലുണ്ട്. അത് കയറി കണ്ടാൽ ബോണ്ട മിശ്രിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ബോണ്ട മിശ്രിതമാണ് ഈ കുമിൾ രോഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു കുമിൾനാശിനി. അപ്പം ജൈവ കുമിൾനാശിനിയാണിത്. അപ്പം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നാന്തരമായിട്ട് കുടംപുളി കൃഷി ചെയ്യാം. അപ്പം കുടംപുളി നമ്മൾ ഒരു ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഇതിൻ്റെ പുഷ്പിക്കൽ സമയം. അതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് നല്ലൊരു മരമാണ്, വലിയ മരമാണെങ്കിൽ 700 മുതൽ 1000 പിന്നെ എണ്ണം ഫ്രൂട്ടുകൾ, അതായത് കുടംപുളി കിട്ടും. ഒരു 5 കിലോ കുടംപുളി ഉണക്കിയാൽ ഏതാണ്ട് 1 കിലോ ഉണക്ക കുടംപുളി നമുക്ക് കിട്ടും. ആ ഉണക്ക ഇതിനെ പുളിക്ക് ഇപ്പം വിപണിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 350 രൂപ, ഈ മാർച്ച് മാസത്തിൽ 350 രൂപയൊക്കെ വിലയുണ്ട്. അപ്പം അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ സംസ്കരണ മേഖലകളിൽ ഔഷധ നിർമ്മാണശാലകളിലൊക്കെ പ്രത്യേകിച്ച് ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും അതുപോലെ ക്യാൻസർ രോഗങ്ങൾക്കുള്ള ചില ചികിത്സയ്ക്കും ഒക്കെ ഇതിൻ്റെ പിന്നെ കുടംപുളി ഉപയോഗിക്കുന്നതാണ്. അപ്പം ക്യാൻസറിനെതിരെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാസം പറഞ്ഞാൽ കുടംപുളി എന്ന് പറയുന്നത്. അപ്പം ഗർസീനിയ എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെടുന്ന ഒരു സസ്യ കുടുംബത്തിൽപ്പെട്ട ഇതാണ് ഗർസീനിയ ഗട്ട് എന്ന് പറയുന്ന സാധനമാണ് കുടംപുളി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ ഗ്രാഫ്റ്റ് തൈകൾ 1-2 വെച്ച് പിടിപ്പിക്കുന്നത് ഒട്ടും പിന്നെ നമുക്ക് വലിയ അധ്വാനമൊന്നും വേണ്ടാത്ത ഒരു കാര്യമാണ്. ഈ തണൽ ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ്. ഇനി ഇതിൻ്റെ പുളിയുടെ സംസ്കരണം. പുളി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്. മഴക്കാലത്ത് ഉണക്കിയെടുക്കാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിലുള്ളപ്പം വെയിലത്ത് വെച്ച് ഉണക്കുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡ്രയറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 10,000 20,000 രൂപയുടെ ഒക്കെ ഡ്രയർ വാങ്ങിക്കാം. കൊപ്ര ഉണക്കാം, ഈ പുളി ഉണക്കാം, അങ്ങനെ എന്ത് വേണേലും ഉണക്കാവുന്നത്. വീട്ടാവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഡ്രയർ വാങ്ങിച്ചാൽ സെറ്റ് ചെയ്താൽ മഴക്കാലത്ത് നമുക്ക് കുടംപുളി നന്നായിട്ട് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ചും ഡ്രയറിനകത്തും ഉണക്കണം. ഉണക്കിയതിന് ശേഷം ഇതിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പുക കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുകപ്പുര, അല്ലെങ്കിൽ പണ്ടൊക്കെ പാതകം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിൽ, വിറകടുപ്പിൻ്റെ മുകളിലായിട്ട് പുക കൊള്ളിക്കാനായിട്ട് തട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തട്ടിലിങ്ങനെ ഉണങ്ങിയ പുളി നിരത്തിയിടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് പുകപ്പുര ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് പുക കൊള്ളിച്ചാൽ മതി. 1-2 ദിവസം പുക കൊള്ളിക്കാം. നന്നായിട്ട് പുകയൊക്കെ കൊള്ളിച്ചതിന് ശേഷം പിന്നീട് നമുക്കിത് ഒന്ന് മൃദുവാക്കാൻ വേണ്ടി, പുളി മൃദുവാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണങ്ങിയ പുള്ളിയിൽ 1 കിലോ പുളിക്ക് ഒരു 150 ഗ്രാം കറിയുപ്പും 50 മില്ലി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മി, ഓരോ പുളി എടുത്ത് ഇങ്ങനെ തിരുമ്മി ഈ മിശ്രിതം മൊത്തത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്താൽ അത് ഒരു പ്രിസർവേറ്റീവായിട്ട്, അതായത് ഉപ്പും എണ്ണയും കൂടെ ചേർന്ന ഒരു പ്രിസർവേറ്റീവ്, ദീർഘകാലം കേടുകൂടാതെ നമുക്ക് കുടംപുളി സൂക്ഷിച്ചു വെക്കാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കുടംപുളി കൃഷിയിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുക. അപ്പം നമ്മുടെ വീട്ടിലെ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും മീൻകറി വെക്കുമ്പോൾ കുടംപുളി വെച്ച നല്ല മീൻകറി ഉണ്ടാക്കിയെടുക്കാം.